നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിൽ നമ്മളറിയാത്ത ഒരുപാട് സീക്രട്ട് സെറ്റിങ്സുകളുണ്ട്. ഉദാഹരണത്തിന് നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങനെ താഴ്ത്തിയിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ക്രീൻഷോട്ടിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ആവും. പക്ഷേ സാംസങ്ങിൻ്റെ ഫോണിലൊന്നും ഈ ഭാഗത്തൊന്നും ഇങ്ങനെ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ സാംസങ്ങിൻ്റെ ഫോണിലും നമുക്ക് സീക്രട്ടായിട്ടുള്ള ഒരു സെറ്റിങ്സിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് മാത്രമല്ല മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിതുപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് നമുക്കിങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈ ഭാഗത്ത് നിങ്ങൾ കാണാൻ സാധിക്കും ടേക്ക് എ സ്ക്രീൻഷോട്ട് എന്ന ഒരു ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ സ്ക്രീൻഷോട്ട് ആവും. ഇപ്പോൾ സ്ക്രീൻഷോട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ, കോൺടാക്റ്റുകൾ, മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഭാഗത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താഴെ വരുമ്പോൾ ഇവിടെ എഡ്ജ് പാനൽ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അത് ഓഫിലായിരിക്കും ഉണ്ടാകുക. അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എഡ്ജ് പാനലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ പാനൽസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ടാസ്ക്സ് എന്ന ഭാഗത്ത് ഓക്കെ കൊടുത്തിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ സ്ക്രീൻഷോട്ട് ഇതുപോലെ വന്നിട്ടുള്ളത്. ടേക്ക് എ സ്ക്രീൻഷോട്ട് എന്ന ഓപ്ഷൻ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അതിന് പുറമെ ആപ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അതിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് ഏത് ആപ്ലിക്കേഷനും എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എല്ലാ ആപ്ലിക്കേഷനും എന്തൊക്കെ ആപ്ലിക്കേഷൻ വേണം അവിടെയൊക്കെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് ആയിക്കൊള്ളും. അങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻ ഈ ആപ്സ് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻ ഇവിടെ ആപ്സ് എന്ന ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഈ ഭാഗത്ത് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ടാസ്ക്സ് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കുന്നതും മറ്റുള്ളതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ പീപ്പിൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്റ്റുകൾ, നമുക്ക് ആവശ്യമുള്ള കോൺടാക്ട്സ് ഓപ്പൺ ചെയ്യാതെ തന്നെ ഈ ഭാഗത്ത് ഇതുപോലെ സ്വൈപ്പ് ചെയ്തിട്ട് 1, 2 ഭാഗം സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോൺടാക്റ്റ് അലോ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള കോൺടാക്റ്റുകളൊക്കെ, പെട്ടെന്ന് കോൾ ചെയ്യേണ്ട കോൺടാക്റ്റുകളൊക്കെ ഇവിടെ നമുക്ക് അലോ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സ്മാർട്ട് സെലക്ട്, വെതർ, അതുപോലെ തന്നെ ടൂൾസ്, മ്യൂസിക്, റിമൈൻഡർ, അതുപോലെ തന്നെ ക്ലിപ്പ് ബോർഡ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് വളരെ എളുപ്പത്തിൽ സ്പീഡായിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും മൊബൈലിൽ നിന്ന് അതിൻ്റെ എഡ്ജിൽ തന്നെ അതിൻ്റെ സൈഡ് ഭാഗത്ത് തന്നെ നമുക്കിങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് സ്പീഡായിട്ട് നമുക്ക് മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത സെഗ്മെൻറ്റിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.